എൻ്റെ ഫാമിലി ഒരു പുതിയ 8 ആൾക്കാരൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ ആരാന്ന്? 8 ചക്കര മുത്തുകൾ. ഞാൻ കാണിച്ചു തരാം. അവര് കണ്ടോ, നടപ്പുണ്ടോ? അവര് ഇന്നലെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇന്നലെ രാവിലെയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോഴത്തേന് 7 പേര് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ചെന്നപ്പോഴത്തേന് 8 പേരുമായി. അങ്ങനെ ഞാൻ രാവിലെ അവരെ അവിടെ നിന്നൊക്കെ ഇറക്കി. അവരത് അടവെച്ച സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇറക്കി ഇവിടെ വിട്ടു. അവർ ഹാപ്പിയാണ്. ഇച്ചിരി ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടർ ഫുഡാണ്, പ്രീ സ്റ്റാർട്ടർ ഫുഡാണ്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ കൊത്തി കാണിച്ചു. മക്കളത് കൊത്തി തിന്നു. അങ്ങനെയൊക്കെ നടക്കുകയാണ്. ഇത്തിരി ഏരിയ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടേ. അവർക്ക് ഇത്രയും ഏരിയ ഞാൻ കൊടുത്തേക്കുക. ഇവർ ആർത്ത് ഉല്ലസിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചു. 9 മുട്ടയായിരുന്നു വെച്ചത്. അപ്പോൾ 8 എണ്ണം വിരിഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഒരെണ്ണമേ എനിക്കൊന്നും അത് ഹെൽത്തി അല്ലായിരുന്നു. ആ മുട്ടയ്ക്കകത്തിരുന്ന കുഞ്ഞ് അതിന് പൊട്ടി വരാൻ പറ്റിയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അത് കാണുവാണെങ്കിൽ ഇത്തിരി പൊടിച്ചു കൊടുത്തേനെ. പക്ഷെ അത് മിസ്സായിപ്പോയി എനിക്ക്. അങ്ങനെ ആ കുഞ്ഞ് പൊട്ടി വരാൻ പറ്റില്ല. അതിനകത്തിരുന്നത് റെഡായിപ്പോയി കേട്ടോ. ഇച്ചിരി മഞ്ഞവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ സ്റ്റാർട്ടർ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മമ്മിക്കാണ്ടേ ലെയർ മാഷ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. മമ്മിക്ക് അത് കൊടുത്തപ്പോൾ മമ്മി കൊത്തി കുഞ്ഞിനിട്ട് കൊടുക്കുവാണ്. അങ്ങനെ ഞാൻ പിന്നെ അത് മാറ്റി കൊടുത്തായിരുന്നു. ഇനി വരെ ലാസ്റ്റ് തവണ ഞാൻ അട വെച്ച് വിരിയിച്ച താറാവും മണിത്താറാവും കോഴിക്കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. താറാവ് മൊത്തം ബോയ്സ് ആയിപ്പോയി, കോഴിക്കുഞ്ഞുള്ളതും ബോയ്സ് ആയിപ്പോയി. ഇനി മണിത്താറാവ് അത് വെയിറ്റിംഗ് ആണ്. ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി ഇതിലെത്ര പേര് കാണും പെടാ പൂവെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി എന്തോ ആവട്ടെ, എനിക്ക് കിട്ടിയ കൺമണികളില്ല ഞാൻ പൊന്നു പോലെ വളർത്തും. ഞാനിവിടെ അട വെച്ച് വിരിയിച്ചെടുത്ത എൻ്റെ താറാവും മണിത്താറാവും ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവരൊക്കെ ഇവിടുത്തെ സ്വന്തം പ്രൊഡക്ട്സ് ആണ്. ഇവന്മാരാണ് ഞാൻ പറഞ്ഞ ബോയ്സ് ആയിപ്പോയെന്ന്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ താറാവൊക്കെ നല്ല ഗുണ്ടുമണികളാണല്ലോ ഇന്ന്. വലുതായപ്പോഴല്ലേ മനസ്സിലായത് ആമ്പിള്ളേരായണ്ട് അവന്മാർ തടിയനായിട്ട് വന്നതെന്ന്. എന്തായാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.